വെൽക്കം ബാക്ക് ടു കെയർ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിറാഷ് എന്ന സിനിമ കാണാൻ വന്നിരിക്കുകയാണ് വനിതയിൽ. ആസിഫ് അലിയുടെ പടം കാണാൻ 3:30 ഷോ. സ്ക്രീൻ 1 ഷോ. മിറാഷ് ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ്. ഈ സിനിമയുടെ അഭിപ്രായം പറയുന്നതിന് മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനെന്ന് വെച്ചാൽ, ഈ 2025 വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഒറ്റുനോക്കിയിട്ടുള്ള ഡയറക്ടേഴ്സ് നമ്മളെ പല രീതിയിൽ നിരാശപ്പെടുത്തിയൊരു സിനിമകൾ പടച്ചു വെച്ചൊരു വർഷമായിട്ടാണ് എനിക്കിത് തോന്നിയത് ഈ 2025. എന്താ പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സിനിമ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റുനോക്കിയിട്ടുള്ള കുറേ ബ്രില്യൻ ഡയറക്ടേഴ്സിന് ഒരു വീഴ്ച പറ്റി പോകുന്നൊരു വർഷമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് അടിക്കുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എത്ര നല്ലൊരു കഴിവുള്ള ഡയറക്ടറാണെങ്കിലും അടി തെറ്റിയാൽ ആരാണ് വീഴാത്തത് എന്ന് എനിക്ക് ഇവിടെ പറയാനുള്ളൂ. അത് തന്നെ എനിക്ക് മിറാഷ് എന്ന സിനിമ കണ്ടപ്പോൾ തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, സിനിമ എങ്ങനെയുണ്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിൾ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ മെയിൻ കാര്യം പറയാന്ന് വെച്ചാൽ, ഈ സിനിമയുടെ തുടക്കം മുതൽ, അതായത് ഇൻ്റർവെൽ വരെ, ഇതിൻ്റെ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്കൊരു വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ഓക്കെ ലെവൽ ഫസ്റ്റ് ഹാഫായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പ്രഡിക്റ്റബിൾ ട്വിസ്റ്റൊക്കെ നല്ല പ്രഡിക്റ്റബിളായിട്ട് തോന്നിയത് ഇൻ്റർവെൽ വരെ. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ട്വിസ്റ്റൊക്കെ അത്യാവശ്യം ഓക്കെ ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ. പക്ഷേ ഇതൊന്നുമല്ല, ലാസ്റ്റ് 20 minutes ദാറ്റ് വാസ് റിയലി അൺഎക്സ്പെക്റ്റഡ്. ഒരു അൺഎക്സ്പെക്റ്റഡ് ക്ലൈമാക്സ് ആണ് ഈ സിനിമയെ സമ്മാനിച്ചത്. ആ ലാസ്റ്റ് 20 minutes വാസ് ഷോക്കിംഗ്. ആ 20 minute പൊളിയെന്ന് പറയാം. FRK വ്ളോഗ്സ് പറഞ്ഞ പോലെ ലാസ്റ്റ് 20 minutes പൊളിയെന്ന് പറയാം. അത്രയും ഒരു കിഡിലൻ ക്ലൈമാക്സ് ഒരുക്കിയിട്ടുണ്ട്. ആ ക്ലൈമാക്സ് ഒരുക്കി വെച്ച് ആ എക്സിക്യൂട്ടഡ് രീതിയിൽ ഈ സിനിമ മുഴുവൻ കൊണ്ടുവരുന്നെങ്കിൽ ഓവറോൾ ഇത് ഹൈ ലെവലിൽ എത്തിയാണ്. ഒരു ജെമ്മായി മാറുമായിരുന്നു ജിത്തു ജോസഫിന്. പക്ഷേ എന്തോ ഹാർഡ് ലക്ക്. എന്താ പറയുക, എനിക്ക് പേഴ്സണലി പടം എനിക്ക് ഒരു ആവറേജ് അനുഭവമായിട്ടാണ് തോന്നിയത്. ഈ സിനിമയിൽ ആസിഫ് അലി ആണെങ്കിലും അപർണ ബാലമുരളി ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ മ്യൂസിക്കും BGMഉം അത്യാവശ്യം നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച ബാക്കി എല്ലാ കാസ്റ്റും അവർ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ജിത്തു സാറിൻ്റെ പതിവ് സിനിമയിൽ കണ്ടിട്ടുള്ള മേക്കിംഗ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഇത്തിരി ഗ്രാഫ് കുറഞ്ഞു പോയത് തോന്നി. അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും മേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ച് അവിടെ ഒരു പോരായ്മ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. അത് മാത്രമേ തോന്നിയിട്ടുള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നും കാര്യമായിട്ടില്ല പടത്തിൽ. ഇനി ഈ സിനിമയുടെ പേര് പോലെ തന്നെ ഈ സിനിമയല്ല, ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് മിറാഷ് എന്ന് പറയാൻ പറ്റുക. കാരണം കുറച്ചൊക്കെ ഒരു നോൺ ലീനിയർ പാറ്റേണിലാണ് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കൂളി ഞാൻ പറയുന്നില്ല. നിങ്ങൾ പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമ പോയി ഈ തിയേറ്ററിൽ പോയി ഇരുന്ന് കാണണം. ഞാൻ അത്ര സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഓവറോൾ എനിക്കൊരു ആവറേജ് അനുഭവം തോന്നിയത് തിയേറ്ററിൽ. ഒരു വൺ ടൈം വാച്ചബിളായിട്ട് കാണാൻ പറ്റുന്നൊരു പടം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 3. പിന്നെ സിനിമ നിങ്ങൾ കണ്ടിട്ടെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ താഴെ നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ ഒരിക്കലും സ്പോയിൽ ചെയ്യരുത്. ഈ സിനിമ കാണാൻ താല്പര്യമുള്ളവർ ദൈവത്തെ ഓർത്ത് പോയി കണ്ടോട്ടെ. അപ്പോൾ ഈ ട്വിസ്റ്റ് കാര്യങ്ങളൊന്നും ഒരിക്കലും സ്പോയിൽ ചെയ്ത് വെക്കരുത്. അങ്ങനെ വല്ല കമൻറ്റ് ബോക്സിൽ ഇട്ടാണെങ്കിൽ സത്യമായിട്ട് ഞാനത് തൂക്കി വിടും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും വന്ന് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാൻ മതിയായിരിക്കും.